നമസ്കാരം. നമ്മൾ എന്നും ഉറക്കമുണരുന്ന ഓടിക്കളിക്കുന്ന മനോഹരമായ ഈ ഭൂമിയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷികൾക്കും മൃഗങ്ങൾക്കും മഞ്ഞുമലകളും സമുദ്രങ്ങളും ഒക്കെയുള്ള ഈ ഭൂമി എങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിയാമോ? ഭൂമിക്ക് എത്ര വയസ്സുണ്ടാകും? ഇത്തരം സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഭൂമിയുടെ ജനനത്തെക്കുറിച്ചും പ്രായത്തെക്കുറിച്ചുമുള്ള വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങൾ നോക്കാം. നമ്മുടെ ഭൂമിക്ക് ഏകദേശം 454 കോടി വർഷം പഴക്കമുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത്. ഈ സംഖ്യ എത്ര വലുതാണെന്ന് അറിയാമോ? നിങ്ങൾ ഓരോ സെക്കൻഡിലും 1, 2 എന്നിങ്ങനെ എണ്ണാൻ തുടങ്ങിയാൽ 454 കോടിയിലെത്താൻ മാത്രം ഏകദേശം 144 വർഷം നിർത്താതെ എണ്ണേണ്ടി വരും. അത്രയും ദീർഘമായ ചരിത്രമാണ് നമ്മുടെ ഈ കൊച്ചു ഗ്രഹത്തിനുള്ളത്. സൗരയൂഥം രൂപപ്പെട്ട അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഭൂമിയും ജനിച്ചത്. ബഹിരാകാശത്ത് കറങ്ങി നടന്നിരുന്ന പൊടിപടലങ്ങളും വാതകങ്ങളും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഗുരുത്വാകർഷണം വഴി കൂടിച്ചേർന്നാണ് ഗ്രഹങ്ങൾ ഉണ്ടാകാറുള്ളത്. എന്നാൽ അന്നത്തെ ഭൂമി ഇന്നത്തെ പോലെ സുന്ദരമായിരുന്നില്ല. തുടക്കത്തിൽ ഭൂമി തിളച്ചു മറിയുന്ന ഒരു വലിയ തീഗോളമായിരുന്നു. എല്ലായിടത്തും ചുവന്ന ലാവയും പുകയുന്ന അഗ്നിപർവ്വതങ്ങളും മാത്രമായിരുന്നു. കുടിക്കാനോ കുളിക്കാനോ പോലും ഒരു തുള്ളി വെള്ളം പോലും അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. വായുവിൽ ശ്വസിക്കാൻ ഓക്സിജനും ഉണ്ടായിരുന്നില്ല. ഭൂമിക്ക് ഇത്രയും വയസ്സെന്ന് ശാസ്ത്രജ്ഞർ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നല്ലേ? അവർ അതിനായി 2 വഴികളാണ് പ്രധാനമായും കണ്ടെത്തിയത്. പാറകളിൽ അടങ്ങിയിരിക്കുന്ന ചില പ്രത്യേക മൂലകങ്ങൾ, ഉദാഹരണത്തിന് യുറേനിയം പോലെയുള്ളവ, കാലക്രമേണ മറ്റ് മൂലകങ്ങൾക്കായി മാറിക്കൊടുക്കാറുണ്ട്. ഈ മാറ്റത്തിന് കൃത്യമായ ഒരു വേഗതയുമുണ്ട്. പാറയ്ക്കുള്ളിലെ ഈ മാറ്റം അളക്കുന്നതിലൂടെ ആ പാറയ്ക്ക് എത്ര പഴക്കമുണ്ടെന്ന് കണ്ടെത്താനാകും. ഈ വിദ്യയെ റേഡിയോമെട്രിക് ഡേറ്റിംഗ് എന്ന് വിളിക്കുന്നു. പാറകൾക്കുള്ളിലെ ഈ രഹസ്യ ക്ലോക്കാണ് ഭൂമിയുടെ യഥാർത്ഥ പ്രായം നമുക്ക് പറഞ്ഞു തരുന്നത്. ഭൂമിയിലെ ഏറ്റവും പഴയ പാറകൾക്ക് 400 കോടിയിലധികം വർഷം പഴക്കമുണ്ട്. എന്നാൽ ഭൂമി ഉണ്ടായ കാലത്തെ പല പാറകളും കാലക്രമേണ നശിച്ചു പോയിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ ചന്ദ്രനിൽ നിന്നുള്ള പാറകളും ഭൂമിയിൽ വന്നു വീണ ഉൽക്കകളിലും പരിശോധന നടത്തുന്നത്. അവയെല്ലാം ഒരേ കാലഘട്ടത്തിൽ ഉണ്ടായവയാണെന്നാണ് ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് 454 കോടി എന്ന കൃത്യമായ കണക്കിൽ നമ്മൾ എത്തിപ്പെടുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾ എടുത്താണ് ഭൂമി പതുക്കെ തണുക്കുവാൻ തുടങ്ങിയത്. അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ വന്നു, മേഘങ്ങൾ രൂപപ്പെട്ടു, അങ്ങനെ ഭൂമിയിൽ മഴ പെയ്യാൻ തുടങ്ങി. 10,000-കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന ആ മഴയാണ് ഭൂമിയിലെ സമുദ്രങ്ങൾ ഉണ്ടാക്കിയത്. ഈ സമുദ്രങ്ങളിലാണ് ആദ്യമായി ജീവന്റെ കണികകൾ പ്രത്യക്ഷപ്പെട്ടത്. വളരെ ചെറിയ കുഞ്ഞൻ ജീവികളിൽ നിന്നാണ് പിന്നീട് നമ്മൾ കാണുന്ന വലിയ മരങ്ങളും മൃഗങ്ങളുമൊക്കെ പരിണമിച്ച് ഉണ്ടായത്. ഭൂമിയുടെ മൊത്തം പ്രായം വെച്ച് നോക്കുമ്പോൾ ദിനോസറുകളും മനുഷ്യന്മാരും ഭൂമിയിലേക്ക് വന്നിട്ട് അധികം കാലമായിട്ടില്ല എന്നതാണ് സത്യം. 23 കോടി വർഷങ്ങൾക്കും 6.5 കോടി വർഷങ്ങൾക്കും ഇടയിലുള്ള കാലത്താണ് ദിനോസറുകൾ ഭൂമിയിൽ ഭരിച്ചിരുന്നത്. നമ്മൾ മനുഷ്യർ ഭൂമിയിൽ വന്നിട്ട് വെറും 3 ലക്ഷം വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഭൂമിയുടെ 454 കോടി വർഷത്തെ ചരിത്രത്തിൽ മനുഷ്യന്റെ കാലഘട്ടം ഒരു മിനിറ്റിലെ ഒരു സെക്കൻഡ് പോലെയേ ഉണ്ടാവുള്ളൂ. ഭൂമിക്ക് ഇനിയും കോടിക്കണക്കിന് വർഷങ്ങൾ ആയുസ്സുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. സൂര്യൻ കാലക്രമേണ ചൂടുള്ളതാകുമെങ്കിലും ഇതൊന്നും നമ്മുടെ അടുത്ത തലമുറയെയോ വരാനുള്ള ദശലക്ഷക്കണക്കിന് വർഷത്തിലേക്കോ ബാധിക്കുകയില്ല. എന്നാൽ ഇത്രയും കാലം കൊണ്ട് പ്രകൃതി ഒരുക്കി തന്ന ഈ സുന്ദരമായ ഭൂമി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പ്ലാസ്റ്റിക് കുറച്ചും മരങ്ങൾ നട്ടുപിടിപ്പിച്ചും നമുക്ക് ഈ 454 കോടി വയസ്സുള്ള ആ ഭൂമിയെ ഇനിയും ആരോഗ്യവതിയായി നിലനിർത്താനാകും. അടുത്ത തവണ മണ്ണിലോ പാറയിലോ ചവിട്ടുമ്പോൾ ഓർക്കുക, നിങ്ങൾ നിൽക്കുന്നത് കോടിക്കണക്കിന് വർഷത്തെ കഥകൾ പറയാനുള്ള ഒരു മഹാവിസ്മയത്തിന് മുകളിലാണെന്ന്. ന്യൂസ് ഡെസ്ക് തത്തുമൈ TV.